എറണാകുളത്ത് നിന്നും ഡൽഹി നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത്. ഈ ട്രെയിന് 1.5 മണിക്കൂറോളം വൈകി 7:30 മണിക്കാണ് ഇന്ന് കാഞ്ഞങ്ങാടേക്ക് എത്തിയത്. എനിക്ക് പന്തളക്ക് പോകാനുണ്ടായിരുന്നു. അത് കാഞ്ഞങ്ങാട് നിന്ന് ലാസ്റ്റ് ബസ് 6 മണിക്കാണ്. പിന്നെ എനിക്കൊരു വഴിയേ ഉള്ളൂ, കാസർഗോഡ് ഇറങ്ങുക. കാസർഗോഡ് നിന്ന് 6:30 മണിക്ക് ഒരു ബസ് പോകുന്നുണ്ട്, പക്ഷെ അതും ടൈം കഴിഞ്ഞല്ലോ. പിന്നെ 8 മണിക്ക് 8:15 ബസ്സുണ്ട്. അപ്പോൾ അത് പിടിക്കാനാണ് ഞാൻ കാസർഗോഡേക്ക് കയറിയത്. ഇതാണ് 1ാമത്തെ പ്ലാറ്റ്ഫോം. ടൗൺ ഈ ഭാഗത്താണ്, കാഞ്ഞങ്ങാട് ടൗണ് ഈ ഭാഗത്താണ്. मंगला एक्सप्रेस train number 12617 from Ernakulam to Hazrat Nizamuddin. Mangala Express. ഇതങ്ങോട്ട് എടുക്കായില്ലേ? ഇങ്ങോട്ട് കാണുന്ന നടത്തിട്ട് പോകുന്നു. റിക്ഷ ഉണ്ടാവും, ബസ് ഉണ്ടാവും. എൻ്റെ കാസർഗോഡ് സ്റ്റേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പഴയ പോലൊന്നുമല്ല. എന്താ മനോഹര സ്റ്റേഷൻ. ഇവിടെ നിന്നും കാസർഗോഡ് ടൗണിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് ബസ് കിട്ടും, പക്ഷെ അത് കുറവായിരിക്കും. അതിനേക്കാൾ ഇഷ്ടംപോലെ റിക്ഷ ഉണ്ടാവും ഇവിടെ. പിന്നെ പോകുന്ന റിക്ഷകളും ഉണ്ടാവും, അതിലും കയറാം. ബസ് ഉണ്ടാന്നാ അറിയില്ല. ബന്തെടുക്ക ബസ് ഏത് ഭാഗത്തുള്ള ബന്തെടുക്ക ബസ്? കാഞ്ഞങ്ങാടേക്ക് 9 മണി വരെ ബസ് ഇടവിട്ടുണ്ടാകും. 9 മണി കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ട ബസ്സാണ്. അതൊരു 11:30 മണി വരെ ഉണ്ടെന്നാണ് കേട്ടത്. മംഗലാപുരം പോകുന്ന ബസ്സുകൾ 9 വരെ സാധാരണ രീതിയിലുണ്ടാകും. അതിനുശേഷം ദൂരെ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളുണ്ടാകുമല്ലോ, ഒരു 11:30 മണി വരെ അതും കിട്ടുന്നതാണ്. 2 ചപ്പാത്തിയിൽ ഒരു ആംപ്ലേറ്റ് ഒന്ന് ചുറ്റി തന്നാൽ മതി. അത് ചെയ്യോ? 2 ചപ്പാത്തി, ഒരു ഡബിൾ ആംപ്ലേറ്റ് അപ്പുറപ്പുറം വെച്ചിട്ട് ചുറ്റി സാൻഡ്വിച്ച്. പാർസൽ. കുറച്ച് ഉപ്പും മുളകെല്ലാം അധികം ഇട്ടോ കേട്ടോ. രണ്ട് ചപ്പാത്തി ഒരു ആംപ്ലേറ്റ്. രണ്ട് ചപ്പാത്തി, ഒരു ഡബിൾ ആംപ്ലേറ്റ്. 2 ചപ്പാത്തി 40 ആംപ്ലേറ്റ്. കാസർഗോഡ് നിന്നും മലയോര പ്രദേശത്തേക്ക് കൂടുതലും പോകുന്നത് ബന്തെടുക്കയിലേക്കാണ്, ആ ഭാഗത്തേക്ക്.
അപ്പോൾ 6:30 മണി വരെ സാധാരണ ഇടവിട്ട് ബസ്സുകൾ ഉണ്ടാകാറുണ്ട് വൈകുന്നേരം. അതിനുശേഷം പിന്നെ 8 മണിക്ക് 8:15 2 ബസ്സുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല. 8 മണിക്കാണെങ്കിൽ ബോയിക്കാനം വഴി ചെർക്കള ബോയിക്കാനം വഴി കുറ്റിക്കോൾ വഴി പന്തളിക്കയിലേക്കാണ്. 8:15 ബസ്സാണെങ്കിൽ അത് ചെർക്കള പൊയിനാച്ച് വഴി നാഷണൽ ഹൈവേ വഴി ചട്ടഞ്ചാൽ പൊയിനാച്ച് വഴിയാണ് കുണ്ടംകുഴി കുറ്റിക്കോൾ പന്തളിക്ക. അങ്ങനെ 2 ബസ്സാണ് അവസാന ടൈമിലുള്ളത്. രാത്രി ടൈമിൽ ഇവിടെ നിന്ന് മൈസൂർ, ബാംഗ്ലൂർ, മടിക്കേരി, സുള്ളിയ, അതുപോലെ കോയമ്പത്തൂർ, പാലക്കാട് അങ്ങോട്ടൊക്കെ ബസ് സർവീസ് കാണുന്നുണ്ട്. ബസ്സുകൾ നിർത്തിയിട്ട മുൻവശത്ത് നല്ല വെളിച്ചമുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയേ, ഇവിടെയൊക്കെ ഒരു ഇരുട്ട് പിടിച്ച പോലെയാണ്. നല്ലൊരു ലൈറ്റ് വെച്ചുകൂടെ. ഇവിടെ നിന്നും സുള്ളിയത്തേക്കുള്ള ബസ് 8:45 അവസാനിക്കും. 7 മണിക്കുണ്ട് ഒരു ബസ് വൈകിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 8:45. അതിനിടയിൽ 8:30 മണിക്ക് ഒരു ബസ് പോകുന്നുണ്ട്. അത് ബാംഗ്ലൂർക്കുള്ള ചാർജ് കൂടിയ ബസ്സാണ്. ഇത് ബന്തെടുക്ക പൊയിനാച്ചി, ചെർക്കള പൊയിനാച്ചി. നമ്മളെ ബസ് ഇവിടെ പോയി. അത് 8:15. ഇത് ബന്തെടുക്ക ചെർക്കള ബോയിക്കാനം വഴി കുറ്റിക്കോൽ കാനത്തൂർ വഴി ബന്തെടുക്ക. ഇത് പെട്ടെന്ന് എത്തും. ഇന്ന് സമയം കുറവാണ്. ബസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മറുപടി തരുന്നുണ്ട്. KSRTC സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ബസ് പുതിയ ബസ് സ്റ്റാൻഡുമായി ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ വരാത്ത പല ബസ്സുകളും അവിടെ കാണും പുതിയ ബസ് സ്റ്റാൻഡിൽ. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന പ്രൈവറ്റ് ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാലും ബസ് കിട്ടും. KSRTC ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡുമായി കണക്ട് ചെയ്തിട്ടാണ് എല്ലായിടത്തേക്കും പോകുന്നത്. വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്ക്, ഒരു കമൻറ്റും കൂടി വേണം. ട്രെയിൻ സംബന്ധമായ നല്ല നല്ല വീഡിയോസുകൾ ഇനി കുറേ വരാനുണ്ട്.